ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവ് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. യേശുവിൻ പ്രിയരെ, സ്നേഹത്തിന്റെയും എളിമയുടെയും സന്ദേശം ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കൂടി വന്നിരിക്കുന്നു. എന്താണ് ക്രിസ്മസ്? ഉണ്ണേശുവിന്റെ പിറന്നാളാണ് നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ദൈവപുത്രനായ ഈശോ പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ ഉൾക്കൂട്ടിനൊന്ന് പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ക്രിസ്മസും. പുലിക്കൂടൊരുക്കിയും നക്ഷത്രങ്ങളൊക്കെ തൂക്കിയും പരസ്പരം സ്നേഹസമ്പന്നങ്ങൾ കൈമാറിയൊക്കെയാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇവ നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ദൈവപുത്രനായ ഈശോക്ക് പിറക്കാൻ മണിമാലകൾ ലഭ്യമാണ്. എന്നാൽ ലോകത്തിന്റെ എളിമയുടെ ഭാഗം പകർന്നു നൽകാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പുലിക്കൂടാണ്. ഈ എളിമയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. വിനീതരാകാനും എളിമരാകാനുമാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിക്കുന്നത്. മാലാഖമാർ ക്രിസ്മസ് രാവുകളിൽ നക്ഷത്രങ്ങളായി യാത്ര ചെയ്തു വരും എന്നൊരു കഥ നാം കേട്ടിട്ടുണ്ട്. ഏതൊരു വീടാണോ സമാധാനത്തിൽ ജീവിക്കുന്നത് ആ വീടിന്റെ ഉമ്മറത്ത് നക്ഷത്രങ്ങൾക്ക് തൂക്കിയാൽ അവർ കടന്നു പോകും. നമുക്കും നമ്മുടെ വീടിന് സമാധാനം നിറയാൻ നമുക്കും പ്രാർത്ഥിക്കാം. ആർത്തിരമാർക്കും പൂജരാജാക്കന്മാർക്കും ഉന്നേശുലേക്കുള്ള വഴികാട്ടിയായി നക്ഷത്രം ഉന്ന സഞ്ചരിച്ചത് പോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരുന്ന നക്ഷത്രങ്ങളായി നമുക്കും മാറാം. ശുദ്ധിയുടെ ഹൃദയത്തിലാണ് ദൈവം ശാലമുള്ളത്. അതുകൊണ്ട് ഉന്നേശു നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പിറക്കുന്നതിനായി